ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത്. എക്സാലോജിക് എന്നാൽ വീണ മാത്രമാണ് ഈ മാസപ്പടി എന്ന പേരിൽ കൈപ്പറ്റിയത്, മാസം തോറും കൈപ്പറ്റിയത് ലക്ഷങ്ങളാണ് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കുറ്റപത്രത്തിലുള്ളത്. ഇതിനകത്ത് പുതുമയൊന്നുമില്ല. ഈ ആരോപണങ്ങളാണല്ലോ നേരത്തെയും ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് എക്സാലോജിക്ക് സീമാറിലുമായിട്ട് നടത്തിയ അവരുടെ സേവനത്തിന് പ്രതിഫലമായിട്ട് അവർ ബാങ്കിലൂടെ നേടിയ പണം ഈ തുക തന്നെയാണ്. അതിൽ പുതിയൊരു കണ്ടെത്തലൊന്നുമില്ല. ഈ ആരോപണങ്ങളാണ് SFIയുടെയും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതുമയായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ചർച്ചയുടെ പോലും ആവശ്യമില്ല. ഇത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിലൂടെ ഒരു രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ പുറത്തു വന്നിരുന്നു. പുതുതായിട്ടൊരു ആരോപണ കുറ്റപത്രത്തിൽ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. കാരണം ഇത് ഈ അതേ ആരോപണങ്ങളാണ് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് SFIയുടെ പുതിയ കണ്ടെത്തലായിട്ടൊന്നും ഈ കുറ്റപത്രത്തിൽ പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. 2,70,00,000 രൂപ എന്ന് പറയുന്നത് 1,72,00,000 രൂപ അവർ ചെയ്ത സേവനത്തിനും 70,00,000 രൂപ അവർ കടമായിട്ട് വാങ്ങിയ എമൗണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നേരത്തെ തന്നെ നമ്മുടെ മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ്. അതിനെ നിയമപരമായിട്ട് നേരിടും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. വീണ ജോർജിന്റെ കമ്പനി അത് അവകാശപ്പെട്ടിട്ടുണ്ട്. നിയമത്തിന്റെ വഴിയെ പോട്ടെ, നിയമപരമായിട്ട് തന്നെയല്ല. അത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്തിരിക്കുന്ന എമൗണ്ടാണ്, ടാക്സ് കൊടുത്തൊരു എമൗണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് അഴിമതിയാകുന്നത്? അതൊരു രാഷ്ട്രീയ പരമായിട്ടുള്ള ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. കേന്ദ്ര ഏജൻസികൾ 2021 മുമ്പ് നടത്തിയ ഇത്തരം ചില കുരിശിതമായിട്ടുള്ള രാഷ്ട്രീയ വേട്ടകളുണ്ട്. അതിന്റെ തുടർച്ചയൊന്നുമില്ലാണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഒരു പുതുമ ഇതിനകത്തില്ല. ഇത് നിയമത്തിന്റെ വഴിയെ സഞ്ചരിച്ച കോടതിയിൽ അത് ബോധ്യപ്പെടുത്തുക. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, 1% പോലും. ജോലി ചെയ്താൽ കൂലി വാങ്ങിക്കുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ നിയമപരമായിട്ടുള്ള അവകാശം, അതേ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതേസമയം ഏതാണ്ട് 187 കോടിയോളം രൂപ ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്ക് നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് കോൺഗ്രസിന്റെ പല നേതാക്കളെയും മുസ്ലിം ലീഗിന്റെ സമന്വയ നേതാക്കളെയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. സത്യത്തിൽ അന്വേഷണം നടത്തേണ്ട അവർക്കെതിരെയല്ലേ, അവരല്ലേ മറുപടി പറയേണ്ടത്. അത് നേരെ ജോലി ചെയ്തതിന് വേതനം വാങ്ങിച്ച ഒരു സ്വതന്ത്ര വ്യക്തിയെ, ഒരു വനിതാ സംരംഭകയ്ക്കെതിരെ നടത്തുന്ന ഒരു ഗൂഢാലോചന എന്നതിൽ കവിഞ്ഞതിന് യാതൊരു പ്രസക്തിയില്ല. ഇപ്പോഴും ഈ ഇവർ ചെയ്ത ജോലി എന്താണ്, അല്ലെങ്കിൽ എന്ത് സേവനത്തിനാണ് ഈ തുക നൽകിയതെന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യമാണ്. അതെന്തുകൊണ്ടാണ് ഇവർ പുറത്തു പറയാൻ മടിക്കുന്നത്? അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ട ഒരു സേവനമാണ് നൽകിയതെങ്കിൽ അതെന്തുകൊണ്ടാണ് തങ്ങൾ ചെയ്തത് ഇന്ന സേവനമാണ് എന്ന് പറയാൻ മടിക്കുന്നത് എന്തിനാണ്? അല്ല, അവർ പറയേണ്ടത് നിയമപരമായിട്ടുള്ള ബാധ്യതയിൽ അവർ പറയും. അവർ എവിടെയാണ് ബോധ്യപ്പെടുത്തുന്നത്? അവർ രാവിലെ പത്രസമ്മേളനം നടത്തി ഞാൻ ഇത് ചെയ്തു അത് ചെയ്തെന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു സംരംഭകർ, ഏതെങ്കിലും ബിസിനസ് പീപ്പിൾ എല്ലാ ദിവസവും വന്നിട്ട് ഞാൻ ഇതാ ചെയ്ത്, ഇനി ഇത്ര രൂപ ലാഭം കിട്ടിയാൽ ഇത്ര രൂപ ഞാനത് വാങ്ങിച്ചു എന്ന് ആരെങ്കിലും പത്രസമ്മേളനം നടത്താറുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകളായി പോയെന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അവരെ വേട്ടയാടുന്നത്. മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെയും അപവാദിപ്പുണ്ടാക്കുക എന്നല്ലാണ്ട് ഇവർക്ക് വേറെ യാതൊരു ലക്ഷ്യമില്ല. ഇതിലൂടെ CPM പാർട്ടിനെ കേരളത്തിൽ ഇല്ലാതാക്കുക എന്നുള്ള എന്തോ ഒരു ദിവാസ്വപ്നത്തിന്റെ പേരിലുള്ള ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം അംഗീകരിക്കുന്നത്. ഇതിലും വലിയ ഭീകരമായിട്ടുള്ള കോടാനുകോടികളുടെ സ്വർണം ഖുറാനി കടത്തി, ചെമ്പി കടത്തി, എന്തെല്ലാം രീതിയിലുള്ള ആരോപണങ്ങളാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഈ CBIക്കോ അല്ലെങ്കിൽ ഈ EDക്കോ മറ്റ് അന്വേഷണ ഏജൻസികൾക്കോ എന്തെങ്കിലും തെളിവ് കോടതി നൽകാൻ പറ്റുമോ? അവർ സമർപ്പിച്ച 3 കുറ്റപത്രത്തിനെയും കോടതി എടുത്ത് ചവിറ്റോട്ടയിട്ടില്ലേ, എന്നിട്ട് രൂക്ഷമായി വിമർശിച്ചില്ലേ? അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കണം, ഇതേ കേസ് തന്നെ തിരുവനന്തപുരത്തെയും മൂവാറ്റുപുഴയിലെ വിജിലൻസ് കൂടി തള്ളിയതാണ്. കൂടാതെ കൊണ്ട് തന്നെ ഭരണകക്ഷിയിലെ ഒരു MLA മാത്യു കുഴൽനാടൻ ഹൈക്കോടതി നൽകിയ വ്യക്തിപരമായിട്ടുള്ള ഹത്യ നടത്തുന്നതിനുള്ള ഹർജിയും കോടതി വിചാരണയ്ക്ക് പോലും എടുക്കാണ്ട് തള്ളിക്കളഞ്ഞു. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള. അപ്പൊ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. തന്നെയുമല്ല, ഇപ്പൊ കോൺഗ്രസിന്റെ തന്നെ നേതാക്കന്മാർക്കെതിരെ ഈ കേരളത്തിൽ VDA വരവേൽപ്പ് നടത്തുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ കോടാനുകോടികളുടെ തട്ടിപ്പിൽ 600 കോടിയോളം രൂപ അവരുടെ കണ്ടുകെട്ടിരിക്കുന്ന ED. ഇപ്പൊ തന്നെ അവര് പലതവണ ചോദ്യം ചെയ്തിരിക്കുന്നു. അവർ ജാമ്യത്തിലാണ്. അവരുടെ പേരിൽ ശക്തമായ നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പോവുക. അപ്പൊ അതിനെതിരെ എന്താ ശബ്ദിക്കാത്തത്? അതിനെതിരെ കേരളത്തിൽ ശബ്ദിക്കുന്നില്ല, എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ശബ്ദിക്കുകയും ചെയ്യും. ഈ വിചിത്രമായ വാദഗതികളും ആരോപണങ്ങളെല്ലാം കേരളം കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമൊന്നുമില്ല. വീണ വിജയൻ നിയമപരമായിട്ട് നേരിടും. അവരെന്ത് സേവനമാണ് ചെയ്യുന്നുള്ളത് അവർ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം വന്നാൽ അവർ കോടതിയെ ബോധ്യപ്പെടുത്തുക. അതിനപ്പുറമായി ഒരു പ്രാധാന്യവും ഒരു ഗ്രാവിറ്റിയും ഈ കേസിലില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.